മിഷേൽ ഷാജിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പിതാവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. CBI അന്വേഷണത്തിന് പകരം എത്രയും വേഗം പൂർത്തിയാക്കിയ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജസ്റ്റിസ് CS സുധ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CBI അന്വേഷണം വേണമെന്ന ആവശ്യം 7 വർഷമായി ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ വർഷം കേസിൽ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെയും നിയമിച്ചിരുന്നു. മിഷേലിന്റെ മരണത്തിൽ സത്യം പുറത്തുവരണമെന്നാവശ്യപ്പെട്ട് ഏറെക്കാലമായി സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ജസ്റ്റിസ് ഫോർ മിഷേൽ എന്ന പേരിലാണ് ക്യാമ്പയിൻ. ആദ്യം അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസും പിന്നീട് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും മിഷേൽ ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിലാണ് എത്തിയത്. പക്ഷേ എന്തിന് ആത്മഹത്യ എന്ന ചോദ്യത്തിന് ഇതേവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒരാൾ അറസ്റ്റിലായെങ്കിലും കുടുംബം CBI അന്വേഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 2017 മാർച്ച് 5-നാണ് മിഷേലിനെ ദുരൂഹമായി കാണാതായത്. കൊച്ചി കലൂർ പള്ളിയിൽ നിന്നിറങ്ങിയ മിഷേലിനെ പിന്നീട് ജീവനോടെ ആരും കണ്ടിട്ടില്ല. പിറ്റേന്നാണ് കായലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. പിറവം സ്വദേശിനിയായ മിഷേൽ ഷാജി CA പഠനത്തിന് വേണ്ടിയാണ് എറണാകുളത്തെത്തിയത്. കച്ചേരിപ്പടിയിലുള്ള ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. കലൂർ പള്ളിയിൽ പോകാനായി ഇറങ്ങിയ മിഷേൽ പിന്നീട് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിയില്ല. മിഷേലിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 3 പോലീസ് സ്റ്റേഷനുകളിൽ മാതാപിതാക്കൾ പരാതിയുമായി ചെന്നെങ്കിലും രാത്രിയായതിനാൽ മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. രാത്രി തന്നെ പോലീസ് ഉണർന്നെഴുന്നേറ്റ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ മകളെ കണ്ടെത്താൻ കഴിയുമായിരുന്നുവെന്ന് മിഷേലിന്റെ പിതാവ് ഷാജി വർഗീസ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം ഉണ്ടായത് ഒരു പ്രമുഖ നടന്റെ ഇടപെടലാണെന്നും സംഭവത്തിന് ഉത്തരവാദിയായ നടന്റെ മകനെ വിദേശത്തേക്ക് കടത്തിയതായും ആരോപിക്കുന്നുണ്ട്. വിവിധ CCTV ദൃശ്യങ്ങളിൽ മിഷേൽ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പള്ളിയിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ബൈക്കിലുള്ളവരെക്കുറിച്ച് കുടുംബം അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ അന്വേഷണത്തിലും സൂചനകൾ ലഭിച്ചില്ല. കലൂർ പള്ളിയിൽ നിന്നും തിരിച്ചിറങ്ങിയ മിഷേൽ എങ്ങനെ കായലിലെത്തി? എങ്ങനെ മിഷേൽ മരണപ്പെട്ടു? എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്.